നാളെ മനുഷ്യരെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അതിശീഘ്രത്തിൽ തെളിച്ചു കൊണ്ടുപോകുമ്പോ റബ്ബിന്റെ കോടതിയിലേക്ക് വിചാരണയ്ക്ക് തെളിച്ചു കൊണ്ടുവരപ്പെടുമ്പോ അവന്റെ കൈകാലുകൾ, അവന്റെ കാതുകൾ, അവന്റെ കണ്ണുകൾ, അവന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ, ഓരോ വിരലടയാളങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അവനെതിരെ സാക്ഷി പറയുമത്രേ. നമ്മളോടൊപ്പം ചേർന്നതുകൊണ്ട് മദ്യം കുടിക്കാൻ സഹായിച്ചവൈ, പെണ്ണിനെ തൊടാൻ സഹായിച്ചവൈ, വ്യഭിചാരം പെണ്ണിനെ കെട്ടിപ്പിടിക്കാനും സഹായിച്ചവൈ, പെണ്ണിനെയോ ആണിനെയോ ചുംബിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കെതിരെ സാക്ഷി പറയുമത്രേ. ഈ നമുക്കെതിരെ സാക്ഷി പറയുന്നത് നാം മനസ്സിലാക്കിയപ്പോ നാം നമ്മുടെ ശരീരത്തോട് ചോദിക്കുകയാ, എന്നോടൊപ്പം ഒരുമിച്ച് കൂടിയിട്ട്, എന്നോടൊപ്പം കഴിഞ്ഞു കൂടിയിട്ട് എനിക്കെതിരെ നീ എന്തിനാണ് സാക്ഷി പറഞ്ഞത് എന്ന് നമ്മുടെ അവയവങ്ങളോട് നാം സ്വന്തമായി വിചാരണ നടത്തുമ്പോ സകലമായ വസ്തുക്കളെയും സംസാരിപ്പിച്ച പടച്ചവരുണ്ടല്ലോ, അവനാണ് ഞങ്ങളോട് സത്യം പറയാൻ പറഞ്ഞത്. ഭർത്താക്കന്മാര്, ഗൾഫിലുള്ള ഭാര്യമാരെ, 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 നമുക്ക് അല്ലാഹു സൗകര്യം നൽകി, സാമ്പത്തികമായ കഴിവ് നൽകി, അല്ലാഹു കഴിക്കാനും കുടിക്കാനും തിന്നാനുമുള്ള വിഭവങ്ങൾ അല്ലാഹു നമുക്ക് ഈ കാസർഗോഡിന്റെ മധ്യത്തിൽ നൽകി. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് ഖിയാമത്ത് വരെ നിലനിർത്തട്ടെ. അത് തിന്നിട്ട് ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന പെണ്ണ് ഈ പറയുന്ന ഹദീസ് കൂടി ഒന്ന് കേട്ടോ. മനസ്സിലാ متزوجا كان عليه وكانت عليها نصف عذاب هذه الأمة في قبرهما كما قال عليه السلام. ഏതെങ്കിലും വിവാഹിതനായ ആണോ വിവാഹിതയായ പെണ്ണോ ഭാര്യയെ വഞ്ചിച്ചാൽ, ഭർത്താവിനെ വഞ്ചിച്ചാൽ, ഭാര്യയില്ലാത്ത സമയത്ത് ഭർത്താവെ പുറത്തുപോയി വ്യഭിചരിച്ചാൽ, ഭർത്താവ് ഗൾഫിൽ പോയ സമയത്ത്, ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത്, ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയത്ത് ആരാനെ വിളിച്ച് തന്റെ ശരീരത്തിന്റെ വികാരത്തിന് പൂർത്തീകരണത്തിന് പരിശ്രമിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. കാനത്ത് അലൈഹാ وكان عليه نصف عذاب هذه الأمة في القبر. അവരുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഈ സമുദായത്തിന് മുഴുവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയെ രണ്ടായിട്ട് മോഹനം ചെയ്ത് അതിന്റെ നേർപകുതി വിവാഹിതനായ പുരുഷൻ വ്യഭിചരിച്ചാൽ, വിവാഹിതയായ ഭാര്യ പെണ്ണെ നീ വ്യഭിചരിച്ചാൽ അവരിലേക്ക് അല്ലാഹു ഇറക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന الزُّنَاةَ مُعَلَّقُونَ بِفُرُوجِهِمْ فِي النَّارِ. ഒരു പ്രാവശ്യം വ്യഭിചരിച്ച ഏതൊരു പെണ്ണാണോ, ഒന്നിലധികം വ്യഭിചരിച്ചത് ഏത് ആണുങ്ങളുമായിട്ടാണോ, എത്ര പെണ്ണുങ്ങളുമായിട്ടാണോ, ഒരാൾ പല പുരുഷന്മാരുമായി വ്യഭിചരിച്ചാൽ, ഒരു പെണ്ണ് പല ഒരു പുരുഷന്മാരുമായി വ്യഭിചരിച്ചാൽ, ഇന്ന الزُّنَاةَ مُعَلَّقُونَ بِفُرُوجِهِمْ فِي النَّارِ. വ്യഭിചരിച്ച പെണ്ണെ, വ്യഭിചരിച്ച ആണെ, ഇവരെ എല്ലാവരെയും നാളെ അല്ലാഹു നരകത്തിൽ കൊണ്ടുവന്നിട്ട് ഏതെല്ലാം പെണ്ണുങ്ങളുമായി ഒരു സഹോദരൻ വ്യഭിചരിച്ചിട്ടുണ്ടോ അവരുടെ മുഖ്യഭാഗങ്ങളും ഇതന്റെ ജനനേന്ദ്രിയവുമായി നരകത്തിൽ കൊളുത്തിയിടുമത്രേ. ഏതെല്ലാം പുരുഷന്മാരുമായി ഏത് പെണ്ണ് വ്യഭിചരിച്ചിട്ടുണ്ടോ അവരുടെ മുഴുവൻ ലിംഗങ്ങളും ഇവരുടെ മുഖ്യഭാഗവും അല്ലാഹു നരകത്തിൽ കൊളുത്തിയിടുമത്രേ. യുദ്റബൂന അലൈഹാ
നരകത്തിന്റെ ചുറ്റുപടുത്ത ചാട്ടവാറയുണ്ടല്ലോ, ഈ ചാട്ടവാറകൾ കൊണ്ട് മലക്കുകൾ അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുമത്രേ. അവർ നിലവിളിയോടെ നിലവിളിയാ. അടിയുടെ വേദന സഹിക്കവയ്യാതെ അവർ നിലവിളിക്കുമ്പോ മലക്കുകൾ പരിഹാസരൂപേണ അവരോട് ചോദിക്കുമത്രേ, ولا تراقب الله ولا تستحي من الله أين كان هذا الصوت. അന്ന് നരകത്തിലേക്കിടന്ന് വേദനയേറിയ ശിക്ഷകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോ നീ നിലവിളിക്കുന്ന രംഗം കണ്ടിട്ട് മലക്കുകൾ പരിഹാസരൂപേണ നിന്നോട് ചോദിക്കും, ഈ ശബ്ദം ദുനിയാവിൽ വെച്ച് ഞങ്ങൾ കേട്ടില്ലല്ലോ. അന്യപെണ്ണിനെ ബൈക്കിൽ വെച്ചുകൊണ്ട് ബീച്ചിലും റിസോർട്ടിലും പാർക്കിലും പോയിരുന്ന് അവരുമായി കൊഞ്ചിയപ്പോ അന്നനെ അല്ലാഹുവിനെ ഭയപ്പെടാത്തവനല്ലേ. ഈ ശബ്ദം അന്നുണ്ടായിരുന്നില്ലല്ലോ. അന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചിരിച്ചില്ലേ, കെട്ടിപ്പിടിച്ച് രസിച്ചില്ലേ, കെട്ടിപ്പിടിച്ച് ആനന്ദിച്ചില്ലേ, മണിക്കൂറുകളോളം ഉപ്പയെയും ഉമ്മയെയും ഭർത്താവിനെയും ഭാര്യയെയും വഞ്ചിച്ചില്ലേ. അല്ലാഹുവിനെ നിങ്ങൾ മറന്നുപോയില്ലേ, അവനെ നിങ്ങൾ ഭയപ്പെടാത്ത